Hello guys, welcome back to our channel. This is me with Mallu Episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ട്രങ്ക്സും ഗോട്ടനും അവർ രണ്ടുപേരും അവരുടെ ഫ്യൂഷൻ ടെക്നിക്കിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ ആവുമ്പോൾ ഇപ്പൊ ട്രങ്ക്സും ഗോട്ടനും അവർ രണ്ടുപേരും ആ മാജിക് ബൂവിനോട് സോറി പറയാൻ തയ്യാറാവും. പിക്കലോ ആണെങ്കിൽ അത് കേട്ട് തല ഇറങ്ങി താഴേക്ക് വീഴുവാണ്. ബൂ ആണെങ്കിൽ അല്പസമയം റെസ്റ്റ് ചെയ്യാന്ന് കരുതി തൂക്കം വലിച്ച് അങ്ങനെ ഉറങ്ങുകയാണ്. ഉടനെ ട്രങ്ക്സും ഗോട്ടനും അവർ രണ്ടുപേരും അവൻ ശരിക്കും ഉറങ്ങിയെന്ന് ചെക്ക് ചെയ്യും. പിക്കലോ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. മണ്ടന്മാരെ, നിങ്ങൾ എന്തായി ചെയ്യണേ? ഇത് നമുക്ക് പറ്റിയ ഗ്യാപ്പാണ്. 30 മിനിറ്റ് ഈ ഗ്യാപ്പിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ആ ഫ്യൂഷൻ ടെക്നിക്ക് അതുപയോഗിച്ച് ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ചോദിക്കും. അതിനവർ ഓക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന അതേ സമയത്തായിരിക്കും മറ്റൊരു വലിയ പവർ അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുക. പവർ സെൻസ് ചെയ്ത പിക്കലോയും നമ്മുടെ ചെക്കന്മാരും അതുപോലെ മാജിക് പോവും. അവരെല്ലാവരും അവിടേക്ക് തന്നെ ഉറ്റുനോക്കും. പിക്കലോ ആണെങ്കിൽ അവനെ കണ്ട് ഞെട്ടും. അത് ഗോക്കു ആണെന്ന് പറയും. അതിന് ഗോട്ടൻ പറയും, അതെന്റെ അച്ഛനല്ല, എന്റെ ചേട്ടൻ ഗോഹാനാണ്, അദ്ദേഹം മരിച്ചിട്ടില്ല. ഗോട്ടനാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, ചേട്ടൻ മരിച്ചില്ലേ? ചേട്ടൻ ജിങ്ങിനോട് കൂടെ തിരികെ വന്നോ? അതിന് ഗോഹാൻ പറയും, അതെ, ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. സുപ്രീം കായ് എന്നെ കായ് വേൾഡിലേക്ക് കൊണ്ടുപോയി. അവിടെ എൽഡർ കായുടെയും കായുടെയും സഹായം കൊണ്ട് ഒരുപാട് പവർ എനിക്ക് കിട്ടി. ഇപ്പൊ ഞാൻ തിരികെ വന്നിരിക്കുകയാണ് ഈ മാജിക് ബൂവിനെ തകർക്കാനെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. മാജിക് ബൂ ആണെങ്കിൽ അവനെ കണ്ട് പരിഹസിച്ചിരിക്കുകയാണ്. ഇവിടെ പിക്കലോയ്ക്ക് ഗോഹാന്റെ പുതിയ പവർ കണ്ട് ഭയങ്കര അത്ഭുതം. ബൂ ആണെങ്കിൽ അവനോട് പറയും, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, ലാസ്റ്റ് ടൈം ആ മരുഭൂമിയിൽ വെച്ച് നിന്നെ ഞാൻ തല്ലിക്കൊന്നതല്ലേ? വീണ്ടും നീ എന്നോട് പോരാടാൻ വന്നിരിക്കുകയാണോ? അതിന് ഗോഹാൻ പറയും, പോരാടാനല്ല, നിന്നെ കൊല്ലാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ബൂ ആണെങ്കിൽ ഇപ്പോ ഗോഹാനോട് ചോദിക്കും, നിനക്കെന്നെ കൊല്ലാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് കേട്ട് ഇപ്പൊ ഗോഹാൻ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് അവന്റെ പവർ അങ്ങനെ പുറത്തേക്ക് വിട്ട് ഒച്ചത്തിൽ അലറി അടി വന്ന് അവന്റെ മുഖത്ത് കിക്ക് ചെയ്യാണ്. ആ ഒരു കിക്കിൽ ഒരുപാട് പവർ അങ്ങനെ അവിടെ മുഴുവൻ സ്പ്രെഡ് ആവും. അതിനുശേഷം വീണ്ടും അവന്റെ മുഖത്ത് ഗോഹാൻ ആഞ്ഞിടിക്കും. ഇവിടെ ഗോട്ടനും അതുപോലെ തന്നെ ട്രങ്ക്സും അവർ പരസ്പരം നോക്കും. ചേട്ടന്റെ പവർ അത് ഒരുപാട് കൂടിയിരിക്കുകയാണെന്ന് ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും. ഗോഹാൻ ആണെങ്കിൽ ഒരു പവർഫുൾ പഞ്ച് അവന്റെ വയറ്റിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. എന്തുപറ്റി? നീ ക്ഷീണിച്ചു പോയോ? എന്നെ കൊന്നുകളയാൻ പോകുന്ന ആളല്ലേ നീ എന്ന് ഗോഹാൻ അവനോട് ചോദിക്കും. ട്രങ്ക്സും കോട്ടനും ആണെങ്കിൽ ആവേശം കൊള്ളും. ബൂ ആണെങ്കിൽ അടിച്ചു പറയും, അടുത്ത പഞ്ചിന് നിന്നെ ഞാനാണ് തകർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ബൂ അവന്റെ നേർക്ക് പാഞ്ഞു വരും. പക്ഷേ ഗോഹാൻ ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവനെ അറഞ്ചം പുറഞ്ചം പഞ്ച് ചെയ്ത് ചവിട്ടി താഴേക്ക് തെറിപ്പിച്ചു കളയും. ട്രങ്ക്സും ആണെങ്കിൽ ഇപ്പോ ഗോഹാന് കട്ട സപ്പോർട്ട് കൊടുക്കും. പിക്കലോ ആണെങ്കിൽ ഷോക്കാവും. ഇത് പഴയ ഗോഹാൻ തന്നെയാണോ? അവൻ സൂപ്പർ സയൻ പവറിലേക്ക് പോലും പോവാതെയാണ് നേരിട്ട് നിന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. ഗോഹാൻ ആണെങ്കിൽ ഇപ്പൊ മാജിക് ബൂനോട് എഴുന്നേക്കാനായിട്ട് പറയും. ഇത്രയും ആക്ടിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, നിന്നെ കൊല്ലാൻ സമയമെന്ന് പറഞ്ഞ് അവന്റെ തലയെ പിടിച്ച് അങ്ങനെ കറക്കി വലിച്ചെറിയും. ഇപ്പോൾ അടിച്ചു വീണ ബൂ ആണെങ്കിൽ വലിയൊരു പവർ ഗോഹാന് നേരെ തുപ്പും. ഗോഹാൻ ആണെങ്കിൽ അത് തട്ടിത്തെറിപ്പിക്കും. അതുകൊണ്ട് ബൂ ആണെങ്കിൽ ഒരു ബോൾ പോലെ അവന്റെ നേർക്ക് വന്ന് അവനെ ഇടിച്ചു കൊണ്ടുപോവാണ്. രണ്ടുപേരും ഒരു മലയും തകർത്ത് ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം. ഗോഹാൻ ആണെങ്കിൽ ഇപ്പൊ ബൂവിന്റെ എല്ലാ പഞ്ചുകളും ബ്ലോക്ക് ചെയ്ത് അവനെ സൂപ്പർ സയൻ മോഡിലേക്ക് പോയി കറക്കി മുകളിലേക്ക് എറിയും. അവനാണെങ്കിൽ അതിലും സ്പീഡിൽ മുകളിലേക്ക് പോയി അവനെ ചവിട്ടി താഴേക്ക് ഇടുകയാണ്. അതിനുശേഷം അവന്റെ അടുത്തേക്ക് വന്ന് പറയും, എന്തുപറ്റി? നിങ്ങൾ തോറ്റുപോയി ചോദിച്ച് അവനെ കളിയാക്കും. അത് കണ്ട് ഗോട്ടനും ട്രങ്ക്സും പിക്കലോയും അവർ ഷോക്കാവും. ഓ നോ, ഗോഹാൻ അവൻ മാജിക് ബൂവിനെ കളിയാക്കുകയാണ്. അവന്റെ ദേഷ്യം അത് 10 മടങ്ങായിക്കൊണ്ടിരിക്കുകയാണ്. ബൂ ആണെങ്കിൽ ഉടനെ അവന്റെ വായിൽ നിന്ന് വലിയൊരു പവർ പുറത്തേക്ക് എടുക്കും. അത് കണ്ട ഗോഹാൻ ആണെങ്കിൽ അവന്റെ വായങ്ങനെ അടച്ചു പിടിച്ച് ആ ഒരു പവർ അത് അവന്റെ ബോഡിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് അവൻ താഴേക്ക് വീഴും. ഗോഹാൻ ആണെങ്കിൽ ബൂവിനോട് പറയും, ഇത് അവസാനിച്ചിരിക്കുന്നു, ഇനി നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് കേട്ട് ഗോഹാൻ ആണെങ്കിൽ ചാടി എഴുന്നേക്കും. അപ്പൊ നീയാണല്ലേ ആ ശക്തനായ പോരാളി, എന്നോട് പോരാടാനായിട്ടിരുന്ന ആ പോരാളി. ആ കുട്ടികളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്റെ പവർ ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു എന്ന് പറയും. അത് കേട്ട് ഗോഹാൻ ആണെങ്കിൽ ഭയങ്കര അത്ഭുതം. അടുത്തായിട്ട് ആരോ ഒരാള് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് അത് സ്വായത്തമാക്കുന്നുണ്ടെന്ന് ഞാൻ മുൻപ് തന്നെ മനസ്സിലാക്കിയതാണ്. ഗോഹാൻ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഓ, അപ്പൊ നീ എന്റെ പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു അല്ലേ? ഇപ്പൊ എന്റെ അടി കൊണ്ടതും എന്റെ പവർ എന്തൊക്കെയാണെന്നും എത്രയൊക്കെയാണെന്നും തിരിച്ചറിയാൻ വേണ്ടിയല്ലേ? പിക്കലോ ആണെങ്കിൽ കാര്യം മനസ്സിലാക്കി ആ കാര്യം ഗോട്ടനോടും ട്രങ്ക്സിനോടും പറയും. അവൻ വിചാരിച്ചതുപോലെയല്ല ഗോഹാന്റെ പവർ അത് അവൻ മനസ്സിലാക്കിയിരുന്നു. മാജിക് ബൂ ആണെങ്കിൽ അടിച്ചു പറയും, ആർക്കും എന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. എന്നെ കഴിഞ്ഞും വലിയ പവർ അത് ആർക്കും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അവരെ ഞാൻ തീർത്തു വന്നാലും ശരി, നിന്നെ ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞ് ഇപ്പൊ അവനാണെങ്കിൽ അവന്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. അവന്റെ പവർ അങ്ങനെ അവന് ചുറ്റും ഹെഡായി അതങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും. നീ എന്നെ തോൽപ്പിക്കാമെന്ന് എത്രയൊക്കെ വ്യാമോഹിച്ചാലും അത് നടക്കില്ല എന്ന് പറയും. അവന്റെ പവർ അതങ്ങനെ പ്രവഹിക്കുന്നത് കണ്ട ഗോഹാൻ ആണെങ്കിൽ ദൂരേക്ക് തെന്നി മാറും. കട്ട് ചെയ്ത ഇവിടെ സെയ്റ്റാനെയും പട്ടിക്കുട്ടിയെ കാണിക്കും. അവർ രണ്ടുപേരും കൊണ്ടും ദാഹം കൊണ്ടും തളർന്ന് അങ്ങനെ തെരുവീഥികളിലൂടെ നടക്കുകയാണ്. സെയ്റ്റാൻ ആണെങ്കിൽ പട്ടിക്കുട്ടിയെ നോക്കും. നിനക്ക് നന്നായിട്ട് ദാഹിക്കുന്നു വിശക്കുന്നു ഉണ്ടല്ലേ? എനിക്കും വിശക്കുന്നുണ്ട്. ദാഹം അകറ്റാൻ അല്പം വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു ബിയർ ഷോപ്പ് ഇപ്പൊ അദ്ദേഹം കാണുക. ആളാണ്
ആണെങ്കിൽ ഓടി വന്ന് അതിന്റെ അകത്ത് നിന്ന് ഗ്ലാസ് ബിയർ കയ്യിലെടുക്കും. പട്ടിക്കുട്ടിയാണെങ്കിൽ ബഹളം വെക്കും. അതിന് സെയ്റ്റാൻ ആണെങ്കിൽ പട്ടിക്കുട്ടിയോട് പറയും, ഇത് നിനക്ക് കുടിക്കാനായിട്ട് കഴിയില്ല, ഞാനിത് കുടിക്കട്ടെ, നിനക്ക് ഞാൻ പാല് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇത് കുടിക്കാനായിട്ട് ശ്രമിക്കുന്ന അടുത്ത നിമിഷം തന്നെ മാജിക് ബൂവിന്റെ പവർ അത് അവിടേക്ക് സ്പ്രെഡായി അവിടെ മുഴുവൻ പൊട്ടിത്തെറിച്ച് ആ ഒരു ഗ്ലാസും ഷോപ്പും എല്ലാം തന്നെ തകർന്നു പോവാണ്. സെയ്റ്റാൻ ആണെങ്കിൽ ഇന്ന് വരച്ച് അവന്റെ കൈകളിലേക്ക് നോക്കും. ബാക്കിയുള്ളത് ആ ഒരു ഗ്ലാസിന്റെ ഹാൻഡ് മാത്രമാണ്. അവനാണെങ്കിൽ വിഷമത്തോടു കൂടെ ആ പട്ടിക്കുട്ടിയെ നോക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോഹാൻ ആണെങ്കിൽ പിക്കലോയെയും ട്രങ്ക്സിനെയും കോട്ടനെയും എല്ലാവരെയും അങ്ങനെ അവന്റെ കയ്യിൽ സേഫായി ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് താങ്ക്സ് പറയും. താങ്ക് യു ഗോഹാൻ, നീ കറക്റ്റ് സമയത്ത് ഞങ്ങളെ സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് ഞങ്ങൾ മരിക്കാതിരുന്നത്. ഗോട്ടനും അതുപോലെ തന്നെ ട്രങ്ക്സും ഇപ്പോ ഗോഹാനോട് താങ്ക്സ് പറയും. ആ ഒരു മോൺസ്റ്റർ അവൻ മരിച്ചു. ചേട്ടൻ ഗോഹാനാണ് ഏറ്റവും വലിയ പവർഫുൾ ആയ ആളെന്ന് ഗോട്ടൻ പറയും. അതിനുശേഷം അവരെല്ലാവരും ഒരു സേഫായ സ്ഥലത്തേക്ക് വന്ന് ആ ഒരു മാജിക് ബൂ പൊട്ടിത്തെറിച്ച സ്ഥലത്തേക്ക് തന്നെ നോക്കും. പിക്കലോ ആണെങ്കിൽ ഗോഹാനോട്, നിനക്കുറപ്പുണ്ടോ ആ ഒരു മാജിക് ബൂ അവൻ മരിച്ചിട്ടുണ്ടാവുമെന്ന്? അതിന് ഗോഹാൻ പറയും, അവൻ എന്നെ തകർക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന എക്സ്പ്ലോഷൻ അത് ഇതിലും കൂടുതലായിരിക്കും. ഭൂമിയിലെ ഒരു ചെറിയ പല്ലിയോ പാറ്റയോ പോലും ജീവിച്ചിരിക്കില്ല ആ ഒരു പൊട്ടിത്തെറിയിൽ. എന്റെ ഗസ് ശരിയാണെങ്കിൽ അവൻ എവിടെയോ മറന്നിരിപ്പുണ്ട്. അവൻ നമ്മളെ തകർക്കാനായിട്ട് പ്ലാനിങ് ആലോചിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കായിട്ട് ചുറ്റും നോക്കും. എനിക്ക് അവന്റെ പവർ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഗോഹാൻ പറയും, അവൻ അവന്റെ പവർ മറച്ചു വെച്ചിരിക്കുകയാണ്, നമുക്ക് കിട്ടാതിരിക്കാൻ. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഗോട്ടനും ട്രങ്ക്സിനും അവർക്ക് രണ്ടുപേർക്കും യാതൊരു കുഴപ്പമില്ല. ആരൊക്കെ ഇവിടേക്ക് വന്നാലും കുഴപ്പമില്ല, ഉറപ്പായാലും എന്റെ ചേട്ടൻ അവരെല്ലാം തകർക്കും. ബോവിന് എന്റെ ചേട്ടന് ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. ആ ഫ്യൂഷൻ ടെക്നിക്ക് ചെയ്തപ്പോൾ എത്രത്തോളം പവർ ഉണ്ടായിരുന്നോ അത്രയും പവർ തന്നെ ഇപ്പൊ എന്റെ ചേട്ടൻ ഗോഹാനുണ്ട്. അദ്ദേഹമാണ് സൂപ്പർ പവറുള്ള ആളെന്ന് പറയും. ട്രങ്ക്സിനാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്കിൽ ഗോഹാനോട് ചോദിക്കും, സത്യം പറയും ഗോഹാൻ, നിനക്ക് ഇത്രയും പവർ അതെങ്ങനെ കിട്ടി? ഉടനെ ഗോഹാനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയും. എൽഡർ സുപ്രീം കായോ എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല, എങ്കിലും ഇത് നന്നായിട്ടുണ്ട്. ഗോഹാനാണെങ്കിൽ പിക്കലോയോട് എത്രയും വേഗം നമ്മുടെ ഫ്രണ്ട്സുകളെ ആ ഡ്രാഗൺ ബോൾ സഹായത്താൽ തിരികെ പിടിക്കാനായിട്ട് പറയും. അതിന് പിക്കലോ ആണെങ്കിൽ അവനോട് പറയും, റഡാറ് ട്രങ്ക്സ് അവൻ എന്നെ ഏൽപ്പിച്ചിരുന്നു, പക്ഷേ ഡണ്ട ഇപ്പൊ ജീവനോടുകൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയും. അത് കേട്ട് ഗോഹാൻ പറയും, ഡണ്ട അവൻ മരിച്ചിട്ടില്ല, അവന്റെ പവർ ഇപ്പോഴും എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും അത് മനസ്സിലാവും. ഉടനെ പിക്കലോയും കോൺസെൻട്രേറ്റ് ചെയ്യും. ഡണ്ടയുടെ പവർ ആൾ തിരിച്ചറിയാണ്. വാവ് ഗോഹാൻ, നീ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അവന്റെ പവർ ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. നമുക്ക് എത്രയും വേഗം അവന്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവരോടൊന്ന് പോകാൻ തയ്യാറാവും. ഒരു കാര്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് കടന്നു വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് സെയ്റ്റാനെ കാണുക. ട്രങ്ക്സ് ആണെങ്കിൽ വിളിച്ചു പറയും, സെയ്റ്റാൻ എപ്പോഴും ജീവനോട് കൂടെ ഉണ്ട്, ഇനി എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കിക്കോളും. അദ്ദേഹം ഒന്നും അല്ലെങ്കിലും വേൾഡ് ചാമ്പ്യൻ അല്ല. പിക്കലോ ആണെങ്കിൽ അത് കേട്ടിച്ചിരിക്കും. അവൻ ആളിത്തിരി ഉടായിപ്പാണെങ്കിലും നല്ല മനസ്സുള്ളവനാണ്. ആ ഒരു മാജിക് ബൂവെ മൈൻഡ് വെച്ച് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ച് ഒരുപാട് അപകടം അവൻ ആദ്യം തടഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, എന്തായാലും അവന് ആവശ്യം വരുന്നു പറഞ്ഞ് ഇപ്പോ പിക്കലോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ സെയ്റ്റാൻ ആണെങ്കിൽ ഒരല്പം വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവശനായി നടക്കുമ്പോഴായിരിക്കും പിക്കലോ അവനെ തൂക്കിയെടുക്കുക. സെയ്റ്റാൻ ആണെങ്കിൽ ഭയം കൊണ്ട് നിലവിളിക്കും. ശേഷം ചുറ്റും നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഗോഹാനെ കാണുക. അത് ഗോഹാനല്ലേ? അപ്പൊ ഇവരിപ്പോഴും ജീവനോട് കൂടെ ഉണ്ടോ എന്ന് അവൻ ചിന്തിക്കും. ഇവിടെ പിക്കലോ ആണെങ്കിൽ ഗോഹാനോട് പറയും, ഡണ്ട ആ ഒരു ഗ്യാപ്പ് കൊണ്ട് രക്ഷപ്പെട്ടു പോയിരിക്കും. നന്നായിട്ടറിയാം അവന്റെ ജീവൻ അത് സുരക്ഷിതമാണെങ്കിൽ മാത്രമേ ഡ്രാഗൺ ബോൾസിന്റെ സഹായത്താൽ മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന്. അതുകൊണ്ടായിരിക്കും അവൻ രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ഒരു കാര്യമായിട്ട് സംസാരിച്ച് വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഡണ്ടയെ അവർ കാണുക. ഡണ്ടയെ കണ്ട സന്തോഷത്തില് ഇപ്പൊ കയ്യിലുണ്ടായിരുന്ന സെയ്റ്റാനെ അവർ താഴേക്ക് ഇടുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ഡണ്ടയുടെ അടുത്തേക്ക് വരും. എങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ ഡണ്ടയെ ചേർത്ത് പിടിക്കും. നീ ജീവനോടുകൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതിന് ഡണ്ട പറയും, പോപ്പോ ആണ് എന്നെ രക്ഷിച്ചത്. അവൻ എല്ലാവരെയും ചോക്ലേറ്റ് ആക്കി മാറ്റുന്ന ആ സമയത്ത് പോപ്പോ എന്നെ എടുത്ത് താഴെ കിട്ടും. ബാങ്ക്മാൻ പോപ്പോ അവൻ ശരിക്കും അടിപൊളിയാണെന്ന് പറയും. ഇവിടെ സെയ്റ്റൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനാണെങ്കിൽ ട്രങ്ക്സിനോടും ഗോട്ടനോടും ചോദിക്കും, ഈ പച്ച മനുഷ്യന്മാര് അതാരാണ്? അതിന് ഇതാണെങ്കിൽ അവനോട് പറയും, ആ പച്ച മനുഷ്യൻ ഡണ്ട, അവനാണ് നമ്മുടെ ഭൂമിയുടെ രക്ഷകൻ. സോ കുറച്ചെങ്കിലും മര്യാദ കൊടുത്ത് അവനോട് സംസാരിക്ക്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കുവും ടീമും ആണെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചു കണ്ട് സന്തോഷിക്കും. ഗായിക്കാണെങ്കിൽ ഒരുപാട് സംശയം. ആളാണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, സത്യത്തിൽ ഈ ഒരു ഡ്രാഗൺ ബോളിന്റെ ഫംഗ്ഷൻ അതെങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ടാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. ഗോക്കു ആണെങ്കിൽ വിശദമായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന അതേ സമയം ഇവിടെ ആ ഒരു സെയ്റ്റാൻ ആളാണെങ്കിൽ പാനിക്കാവും. എന്ത്, എന്റെ മകളെ ആ ബൂ തിന്നുവെന്നോ? ഗോഹാൻ, ഇത്രയും പവർഫുൾ ആയ നിനക്ക് പോലും കൊണ്ട് തടയാൻ കഴിഞ്ഞില്ല ചോദിച്ച് സെയ്റ്റാൻ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ആ സമയം ഗോട്ടൻ ആണെങ്കിൽ ഇപ്പൊ സെയ്റ്റാനെ സമാധാനപ്പെടുത്തും. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നമുക്ക് അവരെ രക്ഷിക്കാനായിട്ട് കഴിയും. അത് കേട്ട് സെയ്റ്റാൻ ആണെങ്കിൽ ഗോട്ടന്റെ ഡ്രസ്സിൽ പിടിച്ച് വലിച്ച് അവനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നീ പറയുന്നത്? അവളെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കോ? അതിന് ഗോട്ടൻ പറയും, കഴിയും. ഇത്ര നിമിഷം അവര് ബോവിന്റെ പവർ സെൻസ് ചെയ്യാണ്. പിക്കലോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്ര സമയം കൊണ്ട് അവന്റെ റെസ്റ്റ് അത് അവസാനിച്ചോ? ഇവിടെ ഗോഹാൻ ആണെങ്കിൽ അവൻ വരുന്നത് കണ്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.